സ്വപ്ന സുരേഷ് എവിടെയാണ്? പിണറായിക്കെതിരെ ഇരട്ട ചങ്കുള്ളവരെ പോലെ ചൂണ്ടുവിരലിൽ പിണറായിയെ നിർത്തി പല കള്ളങ്ങളും പുറത്തു കൊണ്ടുവരുമെന്ന വലിയ ആർജവത്തോടെ വിളിച്ചു പറഞ്ഞ സ്വപ്ന സുരേഷ്. ആ സ്വപ്ന സുരേഷ് ഇടയ്ക്കിപ്പോൾ തന്റെ ചാനലിൽ വന്നിരുന്ന എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുന്നതല്ലാതെ പിണറായിക്കെതിരെ കൃത്യമായ നിലപാടെടുക്കാനോ ഒറ്റയാൾ പോരാട്ടം നടത്താനോ എന്തുകൊണ്ട് സ്വപ്നയ്ക്ക് സാധിക്കുന്നില്ല? മാത്രമല്ല, സ്വപ്ന സുരേഷിനെ കേരളത്തിൽ നിന്ന് തന്നെ ഓടിച്ച് മറ്റൊരു സംസ്ഥാനത്തേക്ക് ഇടതുപക്ഷം അയച്ചു. ജീവിക്കാൻ ഗതിയില്ലാതെയാണ് സ്വപ്ന സുരേഷ് ഇവിടെ നിന്ന് ഓടിയത്. അവരെ കുടുംബത്തെ അത്രമാത്രം ദ്രോഹിച്ചിട്ടുണ്ട് പിണറായിയും ഇടതുപക്ഷക്കാരും. എന്തായാലും കിറ്റക് സാബുവിനെയും ഇതുപോലെ തന്നെയാണ് പിണറായി സർക്കാർ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നത്. കിറ്റക് സാബു പറയുന്ന വാക്കുകളാണ്, അതായത് സ്വപ്ന സുരേഷ് അവരെ സഹായിക്കാൻ ആരുണ്ടായിരുന്നു? കേന്ദ്രത്തിൽ BJP സർക്കാർ അവരെ സഹായിച്ചു. പിണറായിക്കെതിരെ നിരവധി കേസുകളാണ് ഉള്ളത്. അതിൽ നിരവധി കേസുകളിൽ തീരുമാനങ്ങൾ എടുക്കാം. എന്നിട്ടും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ അതിൽ ഇടപെടുന്നില്ല എന്നാണ് കിറ്റക് സാബു ചോദിക്കുന്നത്. കിറ്റക് സാബുവിന്റെ വാക്കുകളിലേക്ക്. ഇപ്പോ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകളും തെളിവുകളും ഇന്ന് ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ലാവ്ലിൻ കേസ്. എത്രയോ വർഷങ്ങളായി അതും സുപ്രീം കോടതി തന്നെ മാറ്റിവെച്ച് പോകുന്നു. അപ്പൊ നമ്മള് ഈ പറയുന്ന ഇവിടുത്തെ നിയമവ്യവസ്ഥിതി അല്ലെങ്കിൽ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. എപ്പോഴും ഈ രാഷ്ട്രീയക്കാർ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും ഇവരെല്ലാം ഒറ്റക്കെട്ട ഇങ്ങനെയുള്ള കാര്യത്തിൽ, അഴിമതിയുടെ കാര്യത്തിലും ആരെങ്കിലും ഇതുപോലെയുള്ള തട്ടിപ്പ് നടത്തുമ്പോൾ അവരെല്ലാം ഒന്നിച്ചു നിൽക്കും, പരസ്പരം സഹായിക്കും, രക്ഷിക്കുമെന്നുള്ളതാണത്. അതുകൊണ്ട് തന്നെയാണ് ഇന്നുള്ള ഡോക്യുമെന്റ്സും തെളിവുകളും വെച്ചിട്ട് മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും നിയമപരമായിട്ട് അഴിക്കുള്ളിലാക്കാനായിട്ടുള്ള എല്ലാ രേഖകളും ഇന്നുണ്ട്. പക്ഷെ ഒരു വിരലനക്കാൻ പോലും ഇന്നത്തെ നമ്മുടെ നിയമ സംവിധാനത്തിനോ അല്ലെങ്കിൽ നമ്മളുടെ കേന്ദ്ര ഭരണത്തിനോ കേന്ദ്രം ഭരിക്കുന്ന BJPക്കോ സാധിച്ചിട്ടില്ല. കാരണം ഇവരെല്ലാം ഒരമ്മ പെറ്റ മക്കളാണത്. അപ്പോൾ പരസ്പരം സഹായിച്ച് പരസ്പരം ഇപ്പോ ജനങ്ങളുടെ മുമ്പിൽ ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആക്രമിക്കും, പരസ്പരം തെറി വിളിക്കും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരമാവുമ്പോൾ എവിടെയെങ്കിലും ഇരുന്ന് ഒന്നിച്ചിരുന്ന് കെട്ടിപ്പിടിച്ച് ഇരുന്ന് ബിരിയാണി കഴിക്കുന്ന നമ്മൾ കാണുന്നത്. അപ്പോൾ ജനങ്ങളെ വഞ്ചിക്കുകയാണ് അവർ ചെയ്യുന്നത്. നമ്മുടെ കേരളത്തില് നമ്മൾ പറയും 100% വിദ്യാസമ്പന്നരാണെന്ന് പറഞ്ഞെങ്കിലും അവരുടെ അറിവില്ലായ്മ, വിദ്യാഭ്യാസക്കുറവ്, അവർക്ക് ഈ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ തിരിച്ചറിയാനായിട്ടുള്ള ആ ഒരു രീതിയിൽ അവർക്ക് സാധിക്കുന്നില്ല. അപ്പൊ അതിൽ വഞ്ചിക്കപ്പെട്ടിട്ട് അവരെ വഞ്ചിച്ചുകൊണ്ട് ഇവരെല്ലാവരും മുതലെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെതിരായിട്ടാണ് ഞങ്ങൾ ഇത് വരുന്നത്. അപ്പൊ അന്ന് ഒരു കാര്യം പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, ഇതുപോലെ ഒട്ടനവധി കാര്യങ്ങൾ നമ്മൾ പല ആളുകൾക്കും അറിയാം. പക്ഷെ ആരും പറയുന്നില്ല, പറഞ്ഞിട്ടൊരു കാര്യവുമില്ല. നമുക്ക് എവിടെയെങ്കിലും നമ്മളൊരു കാര്യം പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു തെളിവ് കൊണ്ടുവന്നാൽ നടപടിയെടുത്ത് കാണിക്കണ്ടേ? ആരെങ്കിലും ഇവിടെ സുരക്ഷിതരാണോ? അങ്ങനെ ആരെങ്കിലും രംഗത്ത് വന്നു? ഇപ്പൊ നമുക്ക് സ്വപ്ന സുരേഷിന്റെ കാര്യം അറിയാം. അവർക്ക് നാട് വിട്ടു പോകേണ്ടി വന്നു. ഈ കേരളം വിട്ട് കർണാടകയിലേക്ക് പോയി. അവരെ കേസും അറസ്റ്റും എല്ലാം പല രീതിയിൽ അവരെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ കേസെടുത്തവര് അല്ലേ? ആരെങ്കിലും സഹായിച്ചവരെ? ഈ പറയുന്ന രാഷ്ട്രീയക്കാർ, പ്രതിപക്ഷോ അല്ലെങ്കിൽ കേന്ദ്രം ഭരിക്കുന്ന BJPയോ ആരെങ്കിലും സഹായിച്ചോ? ഒരാളും സഹായിച്ചില്ല. അപ്പോ അതുകൊണ്ടാണ് ജനങ്ങള് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാമെങ്കിലും പുറത്തു പറയാനായിട്ട് ധൈര്യപ്പെടാത്തതും ഭയപ്പെടുന്നതും.